നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണം പൂർത്തീകരിച്ച അകമ്പാടം പാതാർ റോഡ് ഉദ്ഘാടനവും ഉപ്പട ചെമ്പൻകൊല്ലി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും 28-ന് നടക്കും. 2019 പ്രളയത്തിൽ തകർന്ന മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിലെ പാലം പണി ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കും. പാലം തകർന്ന് മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ ഉന്നതികളിലെ 200ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. മഴക്കാലത്ത് ചാലിയാർ കടക്കാൻ മുള കൊണ്ടുള്ള ചങ്ങാടമായിരുന്നു ആശ്രയം. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര വിതരണം ഈ മാസത്തോടെ പൂർത്തിയാക്കും. ബൈപ്പാസ് നിർമ്മാണത്തിനായി സാങ്കേതികാനുമതിയും ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഇനി ടെൻഡർ നടപടികളെ പൂർത്തീകരിക്കാനുള്ളൂ. എടക്കര ബൈപ്പാസ് 2ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും. 5 കോടി രൂപ ചെലവിടുന്ന താഴെ ചന്തക്കുന്ന് വെളിയന്തോട് റോഡ് നവീകരണം അടുത്ത ആഴ്ച ആരംഭിക്കും. തൃക്കൈക്കുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു. എടക്കര ആയുർവേദ ആശുപത്രി നിർമ്മാണം വേഗത്തിലാക്കും. മാനവേദൻ സ്കൂൾ ലബോറട്ടറി, പൂക്കോട്ടുമണ്ണ സ്കൂൾ കെട്ടിടം, വെണ്ടേക്കുംപൊട്ടി സ്കൂൾ കെട്ടിടം എന്നിവയുടെ നിർമ്മാണവും വേഗത്തിലാക്കും. നിയോജക മണ്ഡലത്തിലെ പാലങ്ങളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി MLA അധ്യക്ഷതയിൽ മാർച്ച് 2-ന് രാവിലെ 10:30-ന് നിലമ്പൂർ TBയിൽ അവലോകന യോഗം നടക്കും. യോഗത്തിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. മുഹമ്മദ് ഇസ്മായിൽ, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സജീവ്, AXC ജസ്റ്റിൻ ഫ്രാൻസിസ്, കെട്ടിട വിഭാഗം AEM അജിഷ, വർക്ക്സ് AE K. അനൂപ്, പാലങ്ങൾ വിഭാഗം AE മഞ്ചേരി TR ജിതിൻ, KRFB A ECT മുഹസിൻ, ഓവർസിയർമാരായ MG ഹരിദാസ്, O സച്ചിൻ, M വിനോദ്, ഫസൽ റഹ്മാൻ, K. രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.